ഹലോ, നമസ്കാരം. നമുക്ക് മാൾട്ടയിലേക്ക് കുറച്ച് ക്ലീനേഴ്സിൻ്റെ വേക്കൻസീസ് അവൈലബിൾ ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മതി. എന്നിരുന്നാലും ഇംഗ്ലീഷ് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവുന്നവരും എന്താണോ ചോദിച്ചത് ആ കാര്യത്തിന് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ കപ്പാസിറ്റി ഉള്ളവരും മാത്രം ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മതി. ഡയറക്റ്റ് കമ്പനി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ വലിയ ഇംഗ്ലീഷല്ല, ഒരു ക്ലീനറിന് എന്ത് ഇംഗ്ലീഷാണോ അനിവാര്യം ആ ഇംഗ്ലീഷ് സംസാരിക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മതി. പിന്നെ ബേസിക് സാലറി എന്ന് പറയുന്നത് 1000 യൂറോ ആണ്. നമ്മുടെ ഇന്ത്യൻ മണി ഒരു 1 ലക്ഷം രൂപ വരും. മാൾട്ടയിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്തായാലും കമ്പനി പ്രൊവൈഡ് ചെയ്യില്ല. അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ തന്നെ നോക്കണം. അപ്പം ഫുഡിനും അക്കോമഡേഷനും ബാക്കി ഉള്ള നമ്മുടെ മൊബൈലിൻ്റെ ബില്ല്, നമ്മുടെ ഗ്രോസറി, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടായി ഒരു 10,000-40,000 രൂപ നമുക്ക് മാസം ചിലവ് വരും. പോയിട്ട് ഒരു 60,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഓവർ ടൈം, ഞാനിതൊക്കെ നോർമൽ ഡ്യൂട്ടി ചെയ്തുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 60 to 1 lakh നിങ്ങൾക്ക് മാസം ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഒരു മാസം ഒരു 60,000 തൊട്ട് ഒരു 1 ലക്ഷം രൂപ വരെ മാസം സമ്പാദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരാണ് എന്നുള്ളവർക്ക്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം കേട്ടാലും ഒക്കെ മനസ്സിലാവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6 to 9 months എന്തായാലും വരും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഷെങ്കൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് 100% കൺഫേംഡ് ആയിട്ടുള്ളൊരു വിസയല്ല. ഒരു 10 പേര് വെച്ചാൽ ഒരു 6 പേർക്ക് വിസ കിട്ടും. ഒരു 4 പേർക്ക് റിജക്ഷൻ ഉണ്ടാവും ഫസ്റ്റ് ടൈം. പിന്നെ നമ്മൾ രണ്ടാമത് വെക്കണം. ചിലപ്പോൾ രണ്ടാമത് വെക്കുമ്പോഴും നമുക്ക് റിജക്ഷൻ കിട്ടും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടെ വെക്കുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പം വിസ അടിച്ച് കിട്ടുന്നത്. ഒരു 10-6 പേർക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടും, ബാക്കിയുള്ളവർക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വിസ കിട്ടാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, നമുക്ക് സമയനഷ്ടം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടി മാത്രം ഈ ഒരു ഷെങ്കൻ വിസയുടെ കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. കാരണം ഷെങ്കൻ വിസ 100% ഗ്യാരണ്ടീഡ് അല്ല. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് ഒരു എൻട്രി ആയിട്ട് നോക്കുന്നവർക്കും ഈ ഒരു ക്ലീനേഴ്സിൻ്റെ വിസ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ടൂറിലാണ്. ഞാനിപ്പം ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ വിയന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തിട്ട് ഭംഗിയെന്നറിയാമോ? യു ഷുഡ് കം ആൻഡ് സീ. അപ്പം ഞാൻ പറഞ്ഞത് വിട്ടുപോകണ്ട. അപ്പം മാൾട്ടയിൽ ക്ലീനേഴ്സിൻ്റെ വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ യൂറോപ്പിലേക്ക് വന്ന് യൂറോപ്പ് ആസ്വദിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളയൊക്കെ ശമ്പളത്തിലൊരു ജോലിയിൽ നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് വരാവുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിലെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പനികൾ പിഴി ഫ്രീ മണി എന്ന് പറയുന്നൊരു സംഭവമില്ല. നമ്മൾ എത്ര നേരം ജോലി ചെയ്യുന്നോ ആ സമയത്തിന് നല്ല രീതിയിൽ ശമ്പളം തരും. അതുപോലെ അവർ പണിയെടുപ്പിക്കുകയും ചെയ്യും. കാരണം ഇവിടെ മണിക്കൂറിനാണ് ശമ്പളം. ഒരു മണിക്കൂറിന് നമുക്ക് ക്ലീനിങ് ജോലി ചെയ്താൽ 600-700 രൂപ കിട്ടും. അപ്പം അവരെന്തായാലും പണി നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അപ്പം പണി ചെയ്യാൻ മനസ്സുള്ളവർ മാത്രം നോക്കുക. അല്ലാതെ ഫ്ലൈറ്റ് കയറി ഇവിടെ ഷെങ്കനിൽ വന്നിറങ്ങിയാൽ പൈസ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോടൊപ്പം എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും സ്പോട്ടിൽ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ എന്തായാലും എല്ലാവരും മെസ്സേജ് ഞാൻ നോക്കും, ഞാൻ റിപ്ലൈ തരും. ജീവിതം ആസ്വദിക്കണ്ടേ? കുറേ കാശെന്ന് പറഞ്ഞ് ഓഫീസിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ലോകം കാണട്ടെ കേട്ടോ. എല്ലാം വേണ്ടേ? എല്ലാം കഴിഞ്ഞിട്ട് ലോകം കാണാതിരുന്ന അതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം മാക്സിമം ലോകം ഒരു സൈഡിൽ കൂടെ കാണാം, ഒരു സൈഡിൽ കൂടെ കച്ചവടം നടത്താം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ, അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ. സീ യു, ബൈ.